നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ ലോണിന് സമീപിച്ചാൽ നമ്മൾ മറ്റേതെങ്കിലും ബാങ്കിൽ ലോൺ എടുത്ത് ഡിഫോൾട്ട് വരുത്തിയതാണോ എന്ന് അവർ കൃത്യമായി പരിശോധിച്ച് കണ്ടെത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ, നമ്മളൊരു PCCക്ക് ഒരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു ക്രൈമിൽപ്പെട്ടവരാണോ, ഏതെങ്കിലും കേസിൽപ്പെട്ടവരാണോ എന്ന് അന്വേഷിച്ച് കൃത്യമായി കണ്ടെത്താൻ സാധിക്കാറുണ്ട്. എന്നാൽ വളരെ ആശ്ചര്യമെന്ന് പറയട്ടെ, ഇന്ത്യൻ പാർലമെന്റിൽ നമുക്ക് വോട്ട് ചെയ്യുന്നതിനായി ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ഒന്നിലധികം സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ, 2 പാർലമെന്റ് മണ്ഡലത്തിൽ വോട്ടുണ്ടെങ്കിൽ, ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്നിലധികം ബൂത്തുകളിൽ വോട്ടുണ്ടെങ്കിൽ, മറ്റ് 2 നിയമസഭാ മണ്ഡലങ്ങളിൽ നമുക്ക് വോട്ടുണ്ടെങ്കിൽ, ഒരു വാർഡിലെ ഒന്നിലധികം ബൂത്തുകളിൽ നമുക്ക് വോട്ടുണ്ടെങ്കിൽ, ഒരു ബൂത്തിൽ തന്നെ ഒന്നിലധികം വോട്ടുണ്ടെങ്കിൽ, ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നത് തികച്ചും അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ഭരണഘടനാ സ്ഥാപനം ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഭരണഘടനാ പ്രക്രിയയിലൂടെ, തിരഞ്ഞെടുപ്പിലൂടെ ഒരു ഗവൺമെന്റിന്റെ അധികാരത്തിലെത്തിക്കുന്നവർ ഇതുപോലും ശ്രദ്ധിക്കാൻ കഴിയില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ, ഈ സാങ്കേതിക വിദ്യ പോലും ഉപയോഗിക്കാൻ കഴിവില്ലാത്തവരാണെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ മനഃപൂർവ്വം ഇത് ഉപയോഗിക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ വിശ്വസിക്കേണ്ടതായിരിക്കുന്നു. അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി, കള്ളവോട്ട് ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും നമ്മളെ പറ്റിക്കുകയാണ്.